ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 27 റിവ്യൂ. അമേരിക്കയിൽ നിന്ന് ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് ഗെയിമേഴ്സിനെ കാണാൻ വീഡിയോ കോളിൽ. രാവിലെ തന്നെ അപ്പാനിയും സുഹൃത്തുക്കളും അനുവിന്റെ പാവയെ അവിടെയുള്ള ഒരു മരത്തെ കെട്ടിത്തൂക്കിയിട്ടു. അതിൽ പിന്നെ അനുവിന്റെ ഒരു സങ്കട അഭിനയം. ലാലേട്ടൻ വന്നപ്പോൾ അനുവിനെയും ജിസയിനെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, ഇവിടെ സാധാരണ ആണുങ്ങൾ തമ്മിലാണ് ഫിസിക്കൽ അസാൾട്ടിന്റെ പ്രോബ്ലം, ഇപ്പോൾ ഇത് പെണ്ണുങ്ങൾ തമ്മിൽ തുടങ്ങിയോ? അന്നത്തെ ആ വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തു ലാലേട്ടൻ. ജിസൈൽ ഇവിടുത്തെ റൂൾ ബ്രേക്ക് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അനുമോൾ. അപ്പോൾ അനുമോൾ ഒരു റൂളും ഇവിടെ ബ്രേക്ക് ചെയ്യുന്നില്ലേ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ആളുകളെ ചീത്ത പറയുക, ശപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയല്ലേ അനുമോളും ഇവിടെ ചെയ്യുന്നത്. അനുമോളുടെ ചുണ്ടത്താണ് ഇങ്ങനെ ആരെങ്കിലും പിടിക്കുന്നതെങ്കിൽ അനുമോൾ സമ്മതിക്കുമോ? അനുമോൾ പറയുന്നു, എനിക്ക് അറിയില്ല എന്ന്. ആദിലയെ എഴുന്നേൽപ്പിച്ച് നിർത്തി മോഹൻലാൽ ചോദിക്കുന്നു, കൂട്ടുകാരി ചെയ്തത് ശരിയാണോ? ഒരാണാണ് ഇങ്ങനെ ചുണ്ടി പിടിച്ചെങ്കിൽ നിങ്ങളൊക്കെ സമ്മതിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നു. ആദില പറഞ്ഞു, അനുവിനോട് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തതാണ് എന്ന് പറയുന്നു. റിഫ്ലക്ഷൻ അനുസരിച്ചാണ് നിങ്ങൾ തള്ളിയതെങ്കിലും അവിടെ വല്ലയിടത്തും ചെന്ന് ഇടിക്കുകയോ വല്ലതും പറ്റുകയോ ഇല്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിലോ എന്ന് ജിസൈലിനോട് ചോദിക്കുന്നു മോഹൻലാൽ. സോറി ലാലേട്ട, ഇത് 2ാം തവണയാണ് അനുമോൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ജിസൈൽ. അവർക്ക് പനിഷ്മെന്റ് കൊടുക്കുന്നു മോഹൻലാൽ. അടുത്ത വീക്കിലെ നോമിനേഷനിൽ അവർ രണ്ടുപേരും വരും. അതുമാത്രമല്ല, എല്ലാ ദിവസവും 2 മണിക്കൂർ അവരൊന്നിച്ച് ജയിലിൽ കിടക്കണം. അതാണ് പനിഷ്മെന്റ്. കൂടാതെ രണ്ടുപേരും എതിരാളികളുടെ ഫോട്ടോയിലുള്ള ബാഡ്ജ് ധരിക്കണം. പനിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഞാനാണ് ഇവിടെ നല്ല കണ്ടന്റ് കൊടുക്കുന്നത്, എന്നിട്ടും ബിഗ് ബോസ് എന്നോട് ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല. ആ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അനുമോളുടെ അവിടുത്തെ കളികളും അഭിനയും ആക്ടിങ്ങും എല്ലാം അഭിനയമാണെന്ന്, കരച്ചിലുമല്ല. ബിഗ് ബോസ് ഒരു കണ്ണീർ സീരിയൽ അല്ലല്ലോ. നെവിനെ വിളിച്ചു നിർത്തിയിട്ട് മോഹൻലാൽ ചോദിക്കുന്നു, നിങ്ങൾ കുറെ സോറി പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു കയറ്റിയത്, ഇനി ഇത് ആവർത്തിച്ചാൽ ഒരിക്കലും കയറ്റില്ല, അപ്പോൾ തന്നെ ഇറക്കി വിടും. സോറി ലാലേട്ടാ, ഞാൻ സ്വേച്ഛാധിപതി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ അറിയാതെ ചിന്തിച്ചു പോയി, അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഞാൻ ഓർത്തില്ല ബിഗ് ബോസ് അപ്പം തന്നെ വാതിൽ തുറന്നു തരുമെന്ന്. ഇനി എന്നെ ഇറക്കി വിട്ടാലും ഞാൻ പോവില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ പോകാനുണ്ടോ? രേണുസുതിയോട് ചോദിക്കുന്നു. രേണുസുതിക്ക് പോകാൻ താല്പര്യമുണ്ടോ? രേണുസുതി അങ്ങനെ താല്പര്യമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിന്ന് വന്ന് പോകണം എന്ന് പറയുന്നത്? അത് സോറി ലാലേട്ട, ഇനി ഞാൻ അങ്ങനെ പറയില്ല, അന്നത്തെ വിഷമം കൊണ്ട് പറഞ്ഞത്. സോറി ലാലേട്ട, എനിക്ക് പോകും വേണ്ട, ഒന്നും വേണ്ട. രേണുസുതി. നെവിൻ തിരിച്ചു വന്നത് നിങ്ങൾക്ക് വിഷമമായോ എന്ന് ആദില നൂറയോട് മോഹൻലാൽ ചോദിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന്. കള്ളികൾ, അവർക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ? അവരുടെ ഉള്ളിൽ ശരിക്കും വിഷമം തന്നെയാണ് അവൻ വന്നതിൽ. അക്ബറും അപ്പാനിയും രണയുമൊക്കെ അനുമോളെ ട്രിഗർ ചെയ്തതിനെ പറ്റി സംസാരിക്കുന്നു മോഹൻലാൽ. ഒരാളെ തന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നത് നല്ലതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് മോഹൻലാൽ. രണ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചൈനീസ് ഭാഷയിലുള്ള തെറി, അത് തെറിയില്ലെന്ന്, ചുമ്മാ ഉണ്ടാക്കി അനുവിനെ പറ്റിക്കാൻ ആരിനൊക്കെ അടിച്ചിറക്കിയതാണത്. എല്ലാവരും എന്നെ തന്നെയാണ് ട്രിഗർ ചെയ്യിക്കുന്നതെന്ന് അനുമോൾ. അതൊരു ഗെയിമല്ലേ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. ക്യാപ്റ്റനായ അപ്പാനെ അനുസരിക്കാത്തതിനെ പറ്റിയും അവിടെ ഗെയിം കളിക്കാത്തതിനെ പറ്റിയൊക്കെ മോഹൻലാൽ ചോദിക്കുന്നു. ഞാൻ ബിഗ് ബോസിനെ അനുസരിക്കുന്നുണ്ടെന്ന് അനു. അപ്പോൾ മോഹൻലാൽ ചോദിക്കുന്നു, ബിഗ് ബോസ് അയച്ചിട്ടുള്ള ആളാണ് ക്യാപ്റ്റൻ, പിന്നെ എന്തിനാണ് ക്യാപ്റ്റൻ സ്ഥാനം തന്നെ എടുത്ത് കളഞ്ഞേക്കാം എന്ന് മോഹൻലാൽ. അപ്പാനി പറഞ്ഞു, എന്നെ അനുസരിക്കാത്ത ഒരേ ഒരാൾ അനുമോൾ മാത്രമാണ്, ബാക്കി എല്ലാവരും എന്നെ അനുസരിച്ചിട്ടുണ്ട്. ടാസ്കും വീട്ടിലെ പണികളും ചെയ്യാത്തതിനെ പറ്റിയും മോഹൻലാൽ ചോദിക്കുന്നു. ഷൈത്തിയോടും മോഹൻലാൽ അനുവിനെ പറ്റി ചോദിച്ചപ്പോൾ ഷൈത്തിയും ശരിവെച്ചു, അവൾ ഇവിടെ പണിയെടുക്കുന്നില്ല എന്ന്. മോഹൻലാലിന്റെ പല വിമർശനങ്ങൾക്കും ഒടുവിൽ അനുമോൾ തന്റെ സ്ട്രാറ്റജിയായ കരച്ചിൽ ഡ്രാമ എടുക്കുന്നു. അപ്പോൾ പലരും ആശ്വസിപ്പിക്കുന്നുണ്ട്. മോഹൻലാൽ വേറെ വിഷയത്തിലേക്ക്. ആര്യനെ വിളിച്ച് മോഹൻലാൽ ചോദിക്കുന്നു, കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ വന്നപ്പോൾ മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ടുള്ള പല ചോദ്യങ്ങളെക്കുറിച്ചും മോഹൻലാൽ ചോദിക്കുന്നു. 7 സീസണിൽ ഞാനുണ്ട്, നിങ്ങളുടെ പല കളികളും എനിക്ക് മനസ്സിലാവും, ഇനി എന്റെ അടുത്താണ് കളിക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് കളിക്കാം. ആര്യൻ ഏതായാലും ഇപ്രാവശ്യം ക്ഷമ ചോദിക്കുന്നുണ്ട്. മോഹൻലാൽ ഈ ആഴ്ച ഓണമൊക്കെ ആയതുകൊണ്ട് നോമിനേഷൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഏറ്റവും വോട്ട് കുറഞ്ഞ ആര്യൻ ഈ ആഴ്ച പോകേണ്ടതാണ്. ആര്യൻ ശരിക്കും രക്ഷപ്പെട്ടുപോയി. ജിസൈൽ തന്റെ പെട്ടി ചോദിക്കുന്നു. എല്ലാവർക്കും അവരുടെ വസ്ത്രങ്ങൾ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറയുന്നു. മോഹൻലാൽ അനുമോൾക്ക് കുഴപ്പമില്ലെങ്കിൽ പെട്ടി കൊടുക്കാമെന്ന് അനുമോളോട് ചോദിക്കുന്നു. അനുമോൾ കുഴപ്പമില്ലെന്ന് പറയുന്നു. അങ്ങനെ മോഹൻലാൽ പെട്ടി കൊടുക്കാമെന്ന് പറയുന്നു. പെട്ടി വരുന്നു. അനുമോളിന്റെ കൈ കൊണ്ട് തന്നെ പെട്ടി ജിസൈലിന് കൊടുക്കുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സോറി പറയുന്നു. ഇതാണ് വേണ്ടതെന്ന് മോഹൻലാൽ പറയുന്നു. എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറഞ്ഞിട്ട് മോഹൻലാൽ പോകുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.